നമസ്കാരം. അടിസ്ഥാന ശമ്പളം ഉയർത്തണമെന്നാവശ്യപ്പെട്ട് കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ നഴ്സുമാർ നടത്തിവരുന്ന സമരം പുതിയ തലത്തിലേക്ക്. ന്യായമായ ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് പ്രതിഷേധിക്കുന്ന നഴ്സുമാരെ മാനേജ്മെന്റ് ഭീഷണിപ്പെടുത്തി ജോലി ചെയ്യിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് ആശുപത്രി കവാടത്തിൽ വൻ പ്രതിഷേധമാണ് അരങ്ങേറിയത്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ദേശീയ അധ്യക്ഷൻ ജാസ്മിൻ ഷാ നേരിട്ട് സമരരംഗത്തിറങ്ങിയതോടെ മാനേജ്മെന്റ് പ്രതിരോധത്തിലായിരിക്കുകയാണ്. ന്യായമായ ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന നഴ്സുമാരെ മാനേജ്മെന്റ് ഗുണ്ടകളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന ഉറച്ച നിലപാടിലാണ് നഴ്സുമാർ. എന്നാൽ സമരം ചെയ്യുന്നവരെ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദത്തിലാക്കിയും തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കാനാണ് ആശുപത്രി അധികൃതർ ശ്രമിക്കുന്നത്. നഴ്സുമാരുടെ ആത്മവിശ്വാസം തകർക്കാനുള്ള മാനേജ്മെന്റിന്റെ ഈ നീക്കം പ്രതിഷേധം കൂടുതൽ ശക്തമാകാൻ കാരണമായി. ഹോസ്റ്റലിൽ കഴിയുന്ന നഴ്സുമാരെ ഗുണ്ടകളെ വിട്ട് ഭീഷണിപ്പെടുത്തി ബസ്സിൽ കയറ്റി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുവെന്ന ആക്ഷേപം ശക്തമാണ്. ഷിഫ്റ്റ് കഴിഞ്ഞിട്ടും നഴ്സുമാരെ ഡ്യൂട്ടിയിൽ തുടരാൻ നിർബന്ധിക്കുന്നതായും വിസമ്മതിക്കുന്നവരെ പോലീസ് കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതായും നഴ്സുമാർ ആരോപിക്കുന്നു. പ്രതിദിനം 1333 രൂപ വേതനം ഉറപ്പാക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് UNA. വൻകിട കോർപ്പറേറ്റ് ആശുപത്രികൾ ലാഭം കൊയ്യുമ്പോഴും നഴ്സുമാരെ അടിമപ്പണി ചെയ്യിക്കുന്നുവെന്നാണ് സംഘടനയുടെ നിലപാട്. അടിയും ഇടിയും ചോരയും ചിന്തിയും വളർന്ന പ്രസ്ഥാനമാണ് UNA എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മാനേജ്മെന്റിന്റെ ഏതുതര കൊട്ടേഷൻ നീക്കങ്ങളെ നേരിടുമെന്ന് ജാസ്മിൻ ഷാ വ്യക്തമാക്കുന്നു. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയെങ്കിലും മാനേജ്മെന്റ് ചർച്ചകൾക്ക് തയ്യാറായില്ല. ഇതോടെ നഴ്സുമാർ ജോലി ബഹിഷ്കരിച്ച് പുറത്തിറങ്ങി. തൃശ്ശൂരിലെ പ്രമുഖ ആശുപത്രികൾ നഴ്സുമാരുടെ ശമ്പള വർധനവ് അംഗീകരിച്ചിട്ടും ആസ്റ്റർ പോലുള്ള വൻകിട സ്ഥാപനങ്ങൾ ഇതിന് തയ്യാറാകാത്തതാണ് സ്ഥിതി വഷളാക്കിയത്. നഴ്സുമാരുടെ മനോവീര്യം തകർക്കാൻ നോക്കിയ മാനേജ്മെന്റ് നീക്കം തിരിച്ചടിക്കുകയാണ് ചെയ്തത്. രാത്രിയിലും ആശുപത്രിക്ക് മുന്നിൽ വെള്ളക്കോട്ടുകൾക്ക് മനസ്സുണ്ടെന്ന മുദ്രാവാക്യവുമായി നൂറുകണക്കിന് നഴ്സുമാരാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. എത്ര വലിയ കൊട്ടേഷൻ ടീമായാലും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. നഴ്സുമാരുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാതെ ആസ്റ്ററിൽ സമാധാനമുണ്ടാകില്ലെന്നും ജാസ്മിൻ ഷാ വ്യക്തമാക്കി. ജീവിക്കാനാണ് ഈ സമരം. വെള്ളക്കോട്ടം നിട്ടെന്നാൽ മട്ടല്ലില്ല എന്നല്ല, വെള്ളക്കോട്ടിനുള്ളിനുള്ളിൽ നഴ്സുമാർക്കും മനസ്സുണ്ട്. അവകാശങ്ങൾ നേടിയെടുത്ത്